UDF എന്ന് പറഞ്ഞ പ്രസ്ഥാനം ഉണ്ടായത് തൃശ്ശൂർ എൻ്റെ വീട്ടിലാണ്. എൻ്റെ വീട്ടിലൊരു ഓഫീസ് റൂം ഉണ്ട്. അതൊന്നും ഇപ്പം ആരും പറയില്ല, പറഞ്ഞാൽ അവർക്ക് നാണക്കേടാണ്. കാരണം ഇപ്പം വന്നവരാണ് UDF ഉണ്ടാക്കിയെന്നാണ് അവർ ഭാവം കണ്ടാൽ തോന്നുന്നത്. ആ റൂമിൽ നിന്നുണ്ടായ UDF അന്ന് കോൺഗ്രസ് പറയുന്നതിനപ്പം UDFൽ ഒന്നും നടക്കില്ല. പക്ഷെ ഇന്ന് പ്രമുഖമായൊരു സമുദായം അവരെ എന്താ പറയുക, അവര് പറയണത് നമ്മൾ കേൾക്കേണ്ട ഗതികളിലേക്ക് എത്തി. ഒരു വാക്ക് തിരിച്ചു പറയാനുള്ള ധൈര്യം ഇന്ന് കോൺഗ്രസിനുണ്ടോ? ഞാൻ ആ സമുദായത്തെ കുറ്റം പറയില്ല, കാരണം അവരവരുടെ മിടുക്ക് കാണിക്കുന്നു, അവരവരുടെ പാർട്ടി വളർത്തുന്നു, അതിനവരെ നമുക്ക് കുറ്റം പറയാനില്ല ഞാൻ വന്നത്. പക്ഷെ കോൺഗ്രസിന്റെ ഗതികേട് പറയാൻ ഞാനിവിടെ ആ രീതിയിലേക്ക് കോൺഗ്രസ് തരം താണു. പിന്നെ നിങ്ങൾ വിചാരിക്കണ്ട, ഞാൻ വന്നപ്പോൾ ഇന്നലെ പത്മിനി തോമസ് അവർക്ക് തുടക്കമായിട്ടുള്ളൂ. ഞാൻ പറഞ്ഞു എനിക്ക് എല്ലാ ബൂത്തിലും ഒരാളെങ്കിലും ഉള്ള ഒരാളാണ് ഞാൻ. അത് എൻ്റെ എല്ലാ കഴിവുകളും ഞാൻ ഈ പാർട്ടിക്ക് വേണ്ടി ഉപയോഗിക്കും. ഞാൻ ഒരു തിരിച്ചു പോകാൻ വന്നതല്ല. ഞാൻ വളരെ ആലോചിച്ച് തീരുമാനമെടുക്കുന്ന ഒരാളാണ്. അറിയാമല്ലോ, ഇത്രയും ചവിട്ടും കുത്തും അപമാനവും എല്ലാം സഹിച്ച് ആ പാർട്ടിയിൽ ഞാൻ നിന്നിരുന്നു. പല രാത്രികളിലും ഞാൻ വന്ന് കരയാറുണ്ട്. കാരണം അത്രയധികം പുച്ഛമാണ് സ്ത്രീകളോട്. അത് എത്ര വലിയ ആളുടെ മക്കളെയും കുഴപ്പമില്ല, അത് പെണ്ണായോ തീർന്നു. അതുകൊണ്ടാണ് എനിക്ക് ഇവിടെ വന്നപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് അഭിമാനം കൊണ്ടാണോ സന്തോഷം കൊണ്ടാണോ എൻ്റെ കണ്ണു നിറഞ്ഞു. കാരണം ഇങ്ങനൊരു രംഗം എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണാം. എത്രയോ കൊല്ലത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തിനിടയിൽ പെണ്ണുങ്ങൾ, ഇനി അഥവാ പെണ്ണുങ്ങളുടെ സീറ്റൊന്ന് മുമ്പിലിട്ടാൽ നേതാക്കന്മാർ വന്നത് കീറിപ്പില്ലെങ്കിലും അവർ കയറിയിരിക്കും. നമ്മൾ ആരോട് ചോദിക്കും? നമ്മുടെ പേരേ ഇല്ല, ആ പേരൊക്കെ അങ്ങ് വെട്ടും. അനിൽ ആന്റണി ഞങ്ങളുടെ അച്ഛന്മാരെ ഗ്രൂപ്പ് നല്ലോണം കളിച്ചിട്ടുണ്ട്. രണ്ടുപേരും അത്യാവശ്യം ഗ്രൂപ്പൊക്കെ കളിച്ച ആൾക്കാരായിരുന്നു. പക്ഷെ ഞങ്ങൾ മക്കള് തമ്മിൽ അന്ന് ഭയങ്കര സ്നേഹമായിരുന്നു. ഇവര് ഗ്രൂപ്പ് കളിക്കും, ഞങ്ങൾ സ്നേഹമായിട്ട് ജീവിക്കും. അപ്പം ഞാൻ തൃശ്ശൂർ നിൽക്കുന്ന സമയത്ത് അനിൽ ആന്റണി ഞാൻ വിളിക്കാതെ എനിക്ക് വേണ്ടി വർക്ക് ചെയ്യാൻ വന്ന ഒരാളാണ്. അതുകൊണ്ട് ആദ്യം വരുന്നത് അനിലിൻ്റെ അടുത്തേക്ക് ആവണം എന്നെനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ഒരു കാര്യം, തൃശ്ശൂരിൽ നിന്ന് വരുന്ന എനിക്ക് എല്ലാ ജില്ലയിലും എനിക്കറിയില്ല. ഒരു കാര്യം എനിക്കറിയാം, ഇപ്രാവശ്യം BJP അക്കൗണ്ട് തുറന്നിരിക്കും. അക്കാര്യത്തിൽ നിങ്ങൾക്ക് ആർക്കും സംശയം വേണ്ട. എത്ര എണ്ണം എന്ന് നോക്കിയാൽ മതി. ഇനി വളരെ കുറച്ച് നാളുകളേ ഉള്ളൂ ഇവിടെ അധികാരത്തിലേക്ക് BJP എത്താൻ. ഞാൻ പലരോടും സംസാരിക്കുന്ന ആളാണ്. എനിക്ക് എല്ലാ പാർട്ടികളിലും ബന്ധങ്ങളുണ്ട്. അവരെല്ലാം ഒരു സമയം നോക്കി നിൽക്കുകയാണ്. എൻ്റെ പിന്നാലെ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ പിന്നാലെ ഇനി പലരും വന്നുകൊണ്ടിരിക്കുക. അത് എൻ്റെ മഹത്വമല്ല, ഞാൻ പാവം. കാരണം അവർ പറയണ്ടല്ലോ, പത്മജ പോയതുകൊണ്ടൊന്നും സംഭവിച്ചില്ല. പത്മജ പോയതുകൊണ്ട് എന്ത് സംഭവിക്കും നമുക്ക് ഇലക്ഷനെയും പറയാം എന്താണെന്നുള്ളത്. വേറെ ഒന്നുകൊണ്ട് ഞാൻ വലിയ ആളായതുകൊണ്ടല്ല. എൻ്റെ ദുഃഖങ്ങൾ ആ പാർട്ടിയിലത്തെ പല പ്രവർത്തകർക്ക് അറിയാം, നേതാക്കൾക്ക് അറിയില്ല. അപ്പൊ ആ പാർട്ടി പ്രവർത്തകർ വളരെയധികം സങ്കടത്തോടുകൂടി എന്നെ വിളിക്കാറുണ്ട്. അവരെല്ലാം ഇത് കഴിഞ്ഞാൽ ഇതിന്റെ പിന്നാലെ പോരും എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഈ പാർട്ടി അടുത്ത അസംബ്ലിയിൽ അധികാരത്തിൽ വരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വിശ്വാസമല്ല, ഇത്രയും കാലം കെ കരുണാകരന്റെ കൂടെ നിന്ന് പ്രവർത്തനം നടത്തിയതിന്റെ ആ പരിചയത്തിലാണ് ഞാൻ പറയുന്നത്. അച്ഛനൊരു രാഷ്ട്രീയത്തിലെ ഒരു എന്താ പറയാ, എല്ലാ കളി അറിയുന്ന ഒരാളായിരുന്നു. അത് മുഴുവൻ കൂടെ ഒന്നും പഠിക്കാൻ പറ്റിയിട്ടില്ല എനിക്ക്. ഇതുവരെ അത് ഉപയോഗിക്കേണ്ട സാഹചര്യം കിട്ടിയിട്ടില്ല. അപ്പൊ കാരണം അവർ സമ്മതിക്കില്ല. അപ്പൊ തീർച്ചയായിട്ടും പാർട്ടി എൻ്റെ കൂടെ നിന്ന പാർട്ടിക്ക് വേണ്ടി എത്ര സമയം വേണമെങ്കിലും പ്രവർത്തിക്കാൻ എനിക്കിഷ്ടമാണ്. ബന്ധങ്ങളുണ്ട്, വ്യക്തിബന്ധങ്ങളാണ് ഞാൻ കൂടുതൽ കൊണ്ട് നടക്കാറ്. എന്തുകൊണ്ടാണ് PC ജോർജ് ഏട്ടൻ എന്നെ കുറ്റം പറയാത്തത്? വേറെ പറഞ്ഞാൽ എന്നെ പറയില്ലാത്ത, കാരണം എന്നെ അത്ര ഇഷ്ടമാണ്. അപ്പൊ ആരോ പറഞ്ഞു PC ജോർജ് സാറിനെ നല്ലത് പറയിപ്പിക്കാൻ വേറെ ആർക്കും പറ്റില്ല കേട്ടോ. ഞാൻ പറഞ്ഞല്ല, എനിക്ക് അദ്ദേഹത്തിന് ഒരു മൂത്ത സഹോദരനെ പോലെ ഇഷ്ടമാണ്. ഇങ്ങനെ ഭയങ്കരമായിട്ട് പറയുന്നവർക്ക് ഉള്ളിലൊന്നും ഉണ്ടാവില്ല. ഞാൻ അതാണ് അദ്ദേഹത്തെ പറ്റി മനസ്സിലാക്കിയിട്ടുള്ളത്. നമ്മൾ ഡൽഹിയിൽ പോയാൽ പണ്ടത്തെ കാലത്തൊക്കെ എത്രയോ അധികം നല്ല നേതാക്കളെ കാണുകയായിരുന്നു. അവരെല്ലാം പൊഴിഞ്ഞു പോയി. ഇനിയിപ്പോൾ ഈ ഇലക്ഷൻ കൂടി കഴിഞ്ഞാൽ എനിക്ക് തോന്നണു ഏകദേശം AICC ആസ്ഥാനം അടച്ചു പൂട്ടേണ്ടി വരും. കാരണം AICC കോൺഗ്രസ് പാർട്ടി ഉണ്ടാക്കിയ AOUവും പിന്നെ നമ്മുടെ ഇവിടെ നിന്ന് ഒരു പ്രമുഖനായിട്ടുള്ള നേതാവ് അവിടെ പോയിട്ട് ഒരാൾ പാർട്ടി ഉണ്ടാക്കി, ഒരാൾ പാർട്ടി നശിപ്പിച്ചു. അവസാനം ഈ രണ്ടുപേരുടെ ഫോട്ടോ മാത്രം എൻ്റെ മുമ്പിൽ കാണാം. കാരണം ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാവരും പറഞ്ഞു വിടാം പാർട്ടിയിൽ നിന്ന്. ഇപ്പൊ ഞാൻ തന്നെ ഓടണമെന്ന് ആഗ്രഹിച്ചപ്പോൾ പലരും എന്നെ വിളിച്ചു. ശരിയാണ്, കോൺഗ്രസ്
വിളിക്കാത്ത ഒരാളുണ്ട്. അത് ഞാൻ എപ്പോഴെങ്കിലും നിങ്ങളോട് പറയും. അപ്പൊ പിന്നെ അദ്ദേഹമാണ് ഏറ്റവും കൂടുതൽ എനിക്കെതിരെ കിടന്ന് ചിലക്കുന്നത്. അവർക്കൊക്കെ ഞാൻ ഇവിടുന്ന് പോകണം. കെ കരുണാകരന്റെ മക്കളെ കോൺഗ്രസിന് വേണ്ട. അത് കെ മുരളീധരന് അടുത്ത് തന്നെ അത് മനസ്സിലായിക്കോളും. അദ്ദേഹം പിന്നെ വൈകി മനസ്സിലാക്കുന്ന എൻ്റെ സഹോദരനാണ്. എനിക്ക് അദ്ദേഹത്തെ പറ്റി ഒന്നും ഞാൻ പറയില്ല, എന്നാ സംസ്കാരം അതല്ല. പക്ഷെ അദ്ദേഹം വൈകി ചിന്തിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടിയുള്ള ഒരു പരവതാനി വിരിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. നമുക്കറിയാം, ശ്രീ കെ കരുണാകരൻ പോയതോടുകൂടി ഒരു പ്രമുഖമായ ഒരു സമുദായം കോൺഗ്രസിൽ നിന്നകന്നു. അവരിപ്പോഴും പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ പത്തനംതിട്ടയ്ക്ക് എടുക്കുമ്പോൾ നമുക്ക് നോക്കിക്കോളൂ, ഇവിടുത്തെ പ്രബലമായ ഒരു വിഭാഗം LDFന്റെ കൂടെ പോയി, അവരും കോൺഗ്രസിന്റെ നകന്നു. ഇങ്ങനെ എല്ലാവരും മാറി മാറി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ കാലത്തെ ജനങ്ങൾക്ക് പാർട്ടിയൊന്നും അല്ല വേണ്ടത്. അവര് വികസനം, അവരെന്താണ് കേരളത്തിന് കിട്ടാൻ പോണേ, അല്ലെങ്കിൽ കേരളത്തിന്റെ ഞങ്ങളുടെ അടുത്ത തലമുറ, ഇന്ന് ഏത് തലമുറയാണ് ഇവിടെ പഠിക്കാൻ നിൽക്കുന്നത്? കഴിയുമ്പോഴേക്കും കാനഡയും ഇംഗ്ലണ്ടൊക്കെ പോകും. എന്തുകൊണ്ട്? ഇവിടെ എല്ലാം സൗകര്യമില്ല. അത് ഞാൻ പ്രതീക്ഷിക്കുന്നത് മോദിജിയുടെ കയ്യിൽ നിന്ന് മാത്രമാണ്. കാരണം നമ്മൾ നമ്മുടെ മക്കളെ കണ്ടുകൊണ്ടാണ് ജീവിക്കാൻ ആഗ്രഹിക്കുന്നത്. അവരൊക്കെ ഇന്ന് ഇന്ത്യ വിട്ട് പോവുകയാണ്. എന്താ പറയേണ്ടത്? അച്ഛനും അമ്മയും ഒറ്റയ്ക്കാവുന്ന ഗ്രാമങ്ങളുണ്ടെന്ന് ഇവിടെ. അതൊന്നുമില്ലാതെ എല്ലാവരും സന്തോഷത്തോടുകൂടി പഴയ കാലത്ത് ജീവിക്കുന്ന ഒരു കാലം ഞാൻ സ്വപ്നം കാണുന്നുണ്ട്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.